ചില കഥകൾ വെറും കെട്ടുകഥകളല്ല, തലമുറകളായി കൈമാറി വരുന്ന ഐതിഹ്യങ്ങളായി അവ നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു. ഭീകരരൂപികളായ ചില ശക്തികൾ നമ്മുടെ നാടിൻ്റെ കാവൽക്കാരായി മാറിയ കഥകൾ. അത്തരത്തിൽ ഒരു കഥയാണ് ചങ്ങലയിൽ ബന്ധിതനായ മാടൻ്റെ കഥ. ഭയത്തിൽ നിന്ന് രക്ഷയിലേക്കുള്ള ഒരു യാത്ര. കേരളത്തിലെ ഒരു ഗ്രാമം. നന്മയും സമാധാനവുമുള്ള ഒരു ഗ്രാമത്തിൽ പെട്ടെന്നാണ് ഒരു ദുഷ്ടശക്തിയുടെ വിളയാട്ടം ആരംഭിക്കുന്നത്. അതൊരു മാടനായിരുന്നു. വെറും മാടൻ ആയിരുന്നില്ല. ആളുകളെയും കന്നുകാലികളെയും ഭയപ്പെടുത്തിയും നശിപ്പിച്ചും അവൻ നാടിന് പേടി സ്വപ്നമായി. അവനത് ഒരു ലഹരിയായിരുന്നു. അവൻ്റെ ഭീകരരൂപം കണ്ട് പലരും ബോധരഹിതരായി വീണു. ആ നാടിൻ്റെ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവനെ മെരുക്കാൻ ഒരുപാട് മന്ത്രവാദികളും വീരന്മാരും ശ്രമിച്ചെങ്കിലും ആർക്കും അതിന് കഴിഞ്ഞില്ല. മാടൻ്റെ മുന്നിൽ എല്ലാവരും തോറ്റു. ഗ്രാമവാസികൾ പേടിച്ച് വിറച്ച് ജീവിച്ചു. ഒടുവിൽ നാടിൻ്റെ രക്ഷകനായി ഒരു പ്രഗത്ഭനായ മാന്ത്രികൻ അവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ആളുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മാടനെ മെരുക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന കാര്യത്തിൽ ആർക്കും ഉറപ്പില്ലായിരുന്നു. ദിവസങ്ങളോളം നീണ്ട കഠിനമായ തപസ്സിലൂടെയും മന്ത്രവാദത്തിലൂടെയും അദ്ദേഹം മാടൻ്റെ ശക്തിയെ പൂർണ്ണമായും വരുതിയിലാക്കി. അതിക്രൂരനായിരുന്ന ആ മാടനെ നേരിട്ട് നശിപ്പിക്കുന്നതിന് പകരം മാന്ത്രികൻ ഒരു വിചിത്രമായ മാർഗം തിരഞ്ഞെടുത്തു. മാന്ത്രികൻ മാടനെ ഒരു വലിയ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധനസ്ഥനാക്കി. ഭീകരനായിരുന്ന മാടൻ ചങ്ങലയ്ക്കടിമയായി നിസ്സഹായനായി നിന്നു. ഈ അവസ്ഥയിൽ മാടൻ മാന്ത്രികനോട് അപേക്ഷിച്ചു, എന്നെ നശിപ്പിക്കരുത്, പകരം ഈ പ്രദേശത്തിൻ്റെ കാവൽക്കാരനായി എന്നെ മാറ്റിയാലും ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഇതൊരു പ്രായശ്ചിത്തം ആയിരിക്കും. മാടൻ്റെ അപേക്ഷ മാന്ത്രികൻ സ്വീകരിക്കുകയും ആ പ്രദേശത്തെ അതിർത്തി കാക്കാൻ അവനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ചങ്ങല കൊണ്ട് ബന്ധിസ്ഥനായതുകൊണ്ട് അവനെ ആളുകൾ ചങ്ങലമാടൻ എന്ന് വിളിച്ചു. അങ്ങനെ ഒരിക്കൽ നാടിനെ ഭയപ്പെടുത്തിയ ആ മാടൻ നാടിൻ്റെ കാവൽക്കാരനായി മാറി. ആ പ്രദേശത്തെ ആളുകൾക്ക് ആപത്തുകൾ വരുമ്പോൾ ചങ്ങലമാടൻ അവരെ സംരക്ഷിക്കുമെന്ന് അവർ വിശ്വസിച്ചു. ഇന്നും കേരളത്തിലെ കാവുകളിലും പ്രത്യേകിച്ചും അതിർത്തി കാവുകളിൽ ചങ്ങലമാടൻ കാവൽ ദൈവമായി ആരാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്ന ഇരുമ്പു ചങ്ങലകൾ പലപ്പോഴും ഈ കാവുകളിൽ കാണാം. മാടൻ നന്മയുടെ കാവൽക്കാരനായി അവിടെ നിലകൊള്ളുന്നു. ഒരിക്കൽ നാടിനെ ഭയപ്പെടുത്തിയ രൂപം ഒടുവിൽ നാടിൻ്റെ രക്ഷകനായി മാറിയ കഥ. ഇത് വെറുമൊരു കഥയല്ല, വിശ്വാസമാണ്. നന്മയുടെയും തിന്മയുടെയും അതിരുകൾ മാഞ്ഞു പോകുമ്പോൾ ശക്തിക്ക് നന്മയുടെ വഴികാട്ടിയാകാൻ കഴിയുമെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.